ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വീക്കായിട്ടുള്ളൊരു ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. നിഫ്റ്റിയിൽ ഏകദേശം 43 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 17,324, സെൻസെക്സിൽ ഏകദേശം 166 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 58,117, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 31 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 36,893 ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫാർമ, മീഡിയ ഈ ഒരു സെക്ടറുകളായിരുന്നു ഇന്ന് ടോപ്പ് ഗെയിനേഴ്സായിട്ട് നിന്നത്. അതുപോലെ തന്നെ ബാങ്കിങ്, ഓട്ടോ, റിയാലിറ്റി ഈ ഒരു സെക്ടറുകളിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ രേഖപ്പെടുത്തുകയും ചെയ്തു. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 27 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 23 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് നിന്നത്. അതിൽ തന്നെ പവർ ഗ്രിഡ്, ഡെവിസ് ലാബ്, ആക്സിസ് ബാങ്ക്, നെസ്ലെ, ഡോക്ടർ റെഡ്ഡീസ് ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിരുന്നത്. 0.42% ലോസും സ്മോൾ ക്യാപ്പിൽ 0.12% ഗെയിനും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല വോളറ്റിലിറ്റി ഇൻഡെക്സിൽ വീണ്ടും തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസം ഒരു വർധനവ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ SGX നിഫ്റ്റി പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റെല്ലാം തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ, ഒരു ചെറിയൊരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകളായിരുന്നു പ്രൊഡിക്റ്റ് ചെയ്തത്. തുടർന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടോടുകൂടി മാർക്കറ്റ് ഓപ്പൺ ആയി എങ്കിലും പിന്നീട് ഒരു റേഞ്ച് ബൗണ്ട് റാലി ആയിരുന്നു. ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. തുടർന്ന് ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഇന്ന് നിഫ്റ്റിയിൽ ഉള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നു. അപ്പോൾ നാളെ അതിൻ്റെ ഔട്ട്കം ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡാറ്റകൾക്കായിട്ട് ഇപ്പോൾ മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുന്നു. നിഫ്റ്റി ഈ ഒരു ലെവലുകളിൽ 17,000, 17,300, 17,400 ആ ഒരു റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയും കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ഔട്ട്കമ്മിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇനി നിഫ്റ്റിയുടെ അടുത്ത മൂവുകൾക്കായിട്ട്. എന്തായാലും ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ബ്രേക്കൗട്ടുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ വാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അടുത്തൊരു ട്രെൻഡ്, നിഫ്റ്റിയുടെ ട്രെൻഡുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കിന്ന് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷനോടുകൂടി ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. 5 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 7 സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈനിങ് മോഡിലുമാണ് നിന്നത്. ഇനി ഏകദേശം 36,500 റേഞ്ചുകൾ ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലുകൾ വരും ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഒരു റിവേഴ്സലിൻ്റെ സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈ ഒരു ആഗോളതലത്തിലുള്ള ഈ ഒരു പോളിസി മീറ്റിങ്ങുകൾ, പല ബാങ്കുകളുടെയൊക്കെ പോളിസി മീറ്റിങ്ങുകളൊക്കെ പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിന് ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തകൾക്കൊക്കെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ട്രാക്ക് ചെയ്യുക. ഇനി ബാക്കിയുള്ള സെക്ടറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിലൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇന്ന് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹാമർ കണക്കിനുള്ള ഒരു പാറ്റേൺ ഫോർമേഷനോടുകൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലുകൾ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതകൾ റിയാലിറ്റി ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 സ്റ്റോക്കുകളാണ് റിയാലിറ്റിയിൽ അഡ്വാൻസസിലുണ്ടായിരുന്നത്. 7 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലേക്ക് പോയി. ഓട്ടോ സെക്ടറിലേക്ക് വരുമ്പോൾ 4 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 10 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലും ഒരു സ്റ്റോക്ക് അൺചേഞ്ച്ഡ് പൊസിഷനിലുമാണ് ഓട്ടോ സെക്ടറിൽ നിന്നത്. അവിടെയും ഒരു ഹാമർ കണക്കിനുള്ള പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. ഇപ്പോൾ ഏകദേശം 10,930 ആ ഒരു റേഞ്ചിലൊക്കെയുള്ളൊരു സപ്പോർട്ട് സോണിനൊക്കെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഹാമർ നമുക്ക് ഏതായാലും ഒരു സപ്പോർട്ടായിട്ട് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. IT സെക്ടറിൽ നമ്മൾ ഇന്നലെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കണക്കിനുള്ള പാറ്റേൺ ഫോർമേഷൻ പറഞ്ഞിരുന്നെങ്കിലും വീണ്ടും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇന്ന് IT സെക്ടറിൻ്റെ ഒരു ബിഹേവിയർ കാണാനുള്ളത്. 5 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 5 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് IT സെക്ടറിൽ നിന്നത്. മീഡിയ സെക്ടറിലേക്ക് വരുമ്പോൾ അവിടെയും ഇന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു ബിയറിഷ് ക്യാൻഡിലിന് ശേഷം നമുക്കൊരു റിവേഴ്സൽ കൺഫർമേഷൻ ഇന്ന് മെറ്റൽ സെക്ടറിലും തന്നിട്ടുണ്ടായിരുന്നില്ല. മെറ്റൽ സെക്ടറിൽ 9 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 5 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലും ഒരു സ്റ്റോക്ക് അൺചേഞ്ച്ഡ് പൊസിഷനിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി FMCGയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സെല്ലിംഗ് കൺഫർമേഷൻ പോലെയാണുള്ളത്. തീർച്ചയായിട്ടും 3ാമത്തെ ദിവസവും ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് FMCG ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ടെറിട്ടറിയിൽ വന്നതായിട്ട് കാണുന്നു. 9 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 6 എണ്ണം ഡിക്ലൈനിങ് മോഡിലുമാണ് ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഫാർമയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനോടുകൂടി ക്ലോസ് ചെയ്തിരിക്കുന്നു. വീണ്ടും ഒരു ബുള്ളിഷ് റാലിക്കുള്ളൊരു സാധ്യതകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലുപ്പിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗുഡ് ന്യൂസുകളൊക്കെ വന്നു. USFDയുടെ ഭാഗത്തു നിന്ന് ഒരു EIR റിപ്പോർട്ട് കിട്ടിയതായിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഈ ലുപ്പിനിലൊക്കെ സ്റ്റോക്കിലൊക്കെ നല്ലൊരു മൂവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് ഇന്ന് ഫാർമ സെക്ടറിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്.
13 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 7 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് ഇന്ന് ഫാർമയിൽ നിലനിന്നത്. മീഡിയ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 3 ഡിക്ലൈനിങ് മോഡിലേക്കും പോയി. ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷനോട് കൂടിയാണ് മീഡിയ സെക്ടറും ഇന്ന് എൻഡായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്ടറുകളെല്ലാം തന്നെ ആ ഒരു ലെവലുകളൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നാളെ നമുക്ക് ഫെഡറൽ റിസർവ് മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു ഡാറ്റകൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്ന രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. US മാർക്കറ്റിന് പ്രത്യേകിച്ചും ഫെഡറൽ റിസർവ് മീറ്റിങ്ങിൻ്റെ ഔട്ട്കമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു മിക്സഡാണ്. FTSE 28 പോയിൻറ്റ്സിനടുത്ത് പോസിറ്റീവിലോടുകൂടി നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി 25 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി നിലനിൽക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു മൂവുകൾ മാർക്കറ്റുകളിൽ കാണാനില്ല. ഇന്ന് അതേപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലും ഇടിവുകളാണ് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. 75.87 ട്രേഡ് എൻഡായിരിക്കുന്നത്. അപ്പോൾ രൂപയും സപ്പോർട്ടീവായിട്ടല്ല, ഗ്ലോബൽ മാർക്കറ്റുകൾ മിക്സഡായിട്ട് നിലനിൽക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അത്ര സപ്പോർട്ടീവായിട്ടില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 763 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 425 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പം വലിയൊരു പാർട്ടിസിപ്പേഷൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വിത്ഡ്രോവൽ തുടരുന്നു. രൂപയും സപ്പോർട്ടീവായിട്ടല്ല, ഗ്ലോബൽ മാർക്കറ്റുകൾ മിക്സഡായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചുകൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഇന്നലെ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടുകൾ പറഞ്ഞിരുന്നുവെങ്കിലും ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബ്രേക്കൗട്ടുകൾ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു റേഞ്ച് ബോർഡർ റാലി ആയിരുന്നു എല്ലാ സെക്ടറുകളിലും തന്നെ ഉണ്ടായിരുന്നത്, ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഉണ്ടായിരുന്നത്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഡോജിക്ക് കണക്കിനുള്ള ഒരു പാറ്റേൺ ഫോർമേഷനോട് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സോന കോംസ്റ്റാർ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വാച്ച് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിനെ വെക്കുന്നത് നല്ലതാണ്. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം വന്നൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ അവർ ചെന്നൈയിൽ പുതിയൊരു റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ പ്ലാന്റ് പാർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ജനറേഷൻ ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്നൊവേഷൻ സെൻ്ററാണ് ആരംഭിച്ചതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ബിസിനസ്സുകൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരു കറക്ഷനാണ് വരുന്നതെങ്കിൽ അടുത്ത കറക്ഷനുകളിൽ നമുക്ക് ഒരു എൻട്രികൾക്കുള്ളൊരു സാധ്യതകൾ സോന കോംസ്റ്റാറിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഒരു പോസിബിലിറ്റികൾ ഉള്ള ചാർട്ട് പോലെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. ഇനി പവർ ഗ്രിഡ് ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കായിരുന്നു. വീണ്ടും അവരുടെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് സ്റ്റോക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡിലൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ക്യുമിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞത് നമുക്ക് അടുത്തൊരു പുതിയ ഹൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വരും ദിവസത്തെ പാറ്റേണൊക്കെ നോക്കി നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ UPLൻ്റെ ചാർട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്ന് നല്ലൊരു ഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ലെവലുകളിൽ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ അതിനുശേഷം നല്ലൊരു റൈസുകൾ വന്നതിന് ശേഷം ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണെങ്കിലും ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് കണക്കിലുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 752 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പോസിബിലിറ്റികൾ UPLൽ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക, അല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതി ലാബോറട്ടറീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഡൗണിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഇവർ. ഇന്ന് വീണ്ടും ചെറിയൊരു അനക്കം ഈ ഒരു സ്റ്റോക്കിൽ വന്നതായിട്ട് കാണുന്നു. ഒരു കൺസോളിഡേഷനൊക്കെ ശേഷം വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾക്ക് ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ 157 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ജ്യോതി ലാബോറട്ടറീസിനെയും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫിൻലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓറിയോൺ കോർപ്പറേഷനുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഡിജിറ്റൽ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് L&Tയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ലാർജ് ഓർഡർ വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഒഡീഷയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇത് ഇവർക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അദാനി ഗ്രീൻ എനർജിയിലേക്ക് വരുമ്പോൾ അവർ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു. ഏകദേശം 4667 മെഗാവാട്ട് ഗ്രീൻ പവർ സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്ട് എഗ്രിമെൻ്റാണ് സൈൻ ചെയ്തിരിക്കുന്നതാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് Ircon ഇൻ്റർനാഷണലിന് നാഷണൽ ഹൈവേ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏകദേശം 1107 കോടി വർത്തിയെന്ന ഒരു
പ്രൊജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി നാറ്റ്കോ ഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർ ഡാഷ് ഫാർമയിൽ ഏകദേശം 1.8 കോടിയുടെ ട്രാൻസാക്ഷൻ വഴിയായിട്ട് 100% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നാറ്റ്കോ ഫാർമയ്ക്ക് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് കാണാനുള്ളത്. ഇനി SBI കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു പുതിയൊരു കാർഡ് ലോഞ്ച് ചെയ്തതായിട്ട് വെൽനെസ് അതുപോലെ തന്നെ ഫിറ്റ്നസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി പ്രിസിഷൻ വയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 5:1 എന്ന റേഷ്യോയിൽ ഒരു സ്റ്റോക്കിനെ 5 എന്ന രീതിയിൽ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 23 റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസംബർ 23 നിങ്ങളുടെ DPയിൽ ഈ ഒരു സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ 5:1 ഒന്നിന് 5 എന്ന രീതിയിൽ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന് നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. ഇനി IPO വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ പാറ്റേൺസിൻ്റെ IPO ഇന്ന് ഡേ 1 ആയിരുന്നു. 3.3 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് ഡേ 1 തന്നെ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഒന്നാം ദിവസം തന്നെ അവർക്ക് ഈ IPO ഫുൾ സബ്സ്ക്രിപ്ഷൻ നേടാൻ സാധിച്ചതായിട്ട് അപ്ഡേറ്റുകളിൽ കാണുന്നു. ഇനി മെട്രോ ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഡേ 3 3.6 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനോട് കൂടിയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെഡി പ്ലസ് ഹെൽത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഡേ 2 1.5 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവർക്ക് ഡേ 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസ്പോൺസുകൾ ഈ ഒരു 3 IPOയ്ക്കും ഇതുവരെ കിട്ടിയതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ആനന്ദ് രാത്തി വെൽത്തിൻ്റെ IPO ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഏകദേശം 50 റേഞ്ചിലായിരുന്നു റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഏകദേശം 50 രൂപയ്ക്ക് അടുത്തുള്ള 52 രൂപയ്ക്ക് അടുത്തുള്ളൊരു ലിസ്റ്റിംഗ് ഗെയിനോട് കൂടിയാണ് ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 550 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസെങ്കിൽ 602 ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളും സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. കിട്ടുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അത് ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.